ഈ കണ്ണാടി എന്നാ കറുത്തിരിക്കുന്നത്. നീ നോക്കുമ്പോ എല്ലാം അങ്ങനെയല്ല. ഇത് വർക്ക് ചെയ്ത് मैं तुम्हारा माप नहीं कीजिए. ഇത് വർക്ക് ചെയ്യണ്ടല്ലോ. എന്നാ പിന്നെ കിടക്കുക. അയ്യോ ഞാൻ വെടിവെക്കൂല. അയ്യോ എനിക്കാരും വിളിക്കുന്നു. ആ എന്താടോ ഇന്നലെ രാത്രി ഒരു വെടിവെച്ച കേട്ടല്ലോ. വേഗം കവലയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. മെമ്പർ എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുക. വാടാ നീ പിന്നെ നിങ്ങളൊന്ന് കട്ട കൂടെ നിന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റി. കഥാ തിരക്കഥാ സംഭാഷണം അച്ചു. സമയം രാത്രി 12 മണി കഴിഞ്ഞാണ്. ഞങ്ങളിങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ പോവുക. പെട്ടെന്ന് താഴെ കോയക്കൻ്റെ അവിടെ നിർത്താണ്ട് കരയാണ്. രണ്ടും കൽപ്പിച്ച് ആ ടോർച്ചടിച്ച് നോക്കിയപ്പോഴേ കത്തി ജോലിച്ച് ഇങ്ങനെ നിൽക്കുക. എന്ത് ടോർച്ച? അല്ല, കണ്ണുകൾ. പൊന്തക്കാട്ടിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ. ഓട്ടന്നെ ചേട്ടായി മുണ്ടും മടക്കി കുത്തി ഒരു ഒറ്റ ചാട്ടാ താഴത്തേക്ക്. കഥയിൽ ഇന്നും കൂടി കൂട്ടടോ. നീ ഉറങ്ങല്ലേ? ആ പെട്ടെന്ന് താഴേന്ന് നീട്ടിയൊരു വിളിയാണ്. എടാ അച്ചുവേ അച്ചുവേ. എക്കോ ഈ ആടാണെങ്കിൽ നിർത്താണ്ട് പോരച്ചോണ്ടിരിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേട്ടായി ധൃതിയിൽ തോക്കെടുക്കാൻ മറന്നുപോയെന്ന്. പിന്നെ ഞാൻ പോയിട്ട് തോക്കെടുത്ത് താഴത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തതും ചേട്ടായി ഇതെടുത്ത് ഉന്നം പിടിച്ചപ്പോഴേക്കും പൊന്തക്കാട്ടി നേട്ടത്തൊരു ചാട്ട. എന്തുട്ടാ? പുലി. നല്ല 1-ാം തരം പുലി. എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഇനിയും കൂടി കൂട്ട്. നീ എണിറ്റില്ലെന്ന് വിളിക്കണീപ്പിക്ക്. ആ അപ്പൊ നമ്മുടെ ചേട്ടായി ഒരു മരത്തിന്റെ മറയിലേക്ക് അങ്ങോട്ട് മാറിയെന്ന്. എന്തിനും വേണമല്ലോ ഒരു മറയൊക്കെ. അപ്പൊ പുലിയോ? ചേട്ടനോ പുലി പൊന്തക്കാട്ടിന് ചാടി ഇറങ്ങി നിൽക്കുന്നു. ഞാൻ നോക്കുമ്പോ അവിടെ പുലി, ഇവിടെ പീലി, ഇവിടെ പീലി, അവിടെ പുലി. നടുക്ക് നമ്മുടെ കോയക്കട ആടും. ചേട്ടായി തോക്കെടുത്ത് ഉന്നം പിടിച്ചു. അപ്പൊ പുലിയോ? പുലി ചാടി നിക്കല്ലേ? ആ അതെ. ചേട്ടായി കാഞ്ചി വലിയ റെഡിയായി നിന്നു. അപ്പൊ പുലിയോ? കഥയിൽ ചോദ്യമില്ല, ബാക്കി ഞാൻ പറയാം. ഒന്നിട്ട് മാറി. പിന്നെ ഞങ്ങൾ നോക്കുമ്പം എടോ അപ്പൊ പുലിയോ? പുലി അയ്യന്റെ അമ്മയെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട്. പക്ഷെ വെടി കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ ഭാഗത്തേക്ക്. അതെ ഇവിടെ സത്യം. വെടികൊണ്ട പുലിയാ. ചത്തിട്ടില്ലേ അവൻ തിരിച്ചു വരും. എന്തായാലും ഇനി നിങ്ങളൊന്ന് സൂക്ഷിക്കണം. അത് തന്നെയാണോ ഞങ്ങൾക്കും വേണ്ടത് അല്ലേ? എവര് മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. രാത്രിയുള്ള യാത്ര വേണ്ട. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്നവരെയാ പുലിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.